എന്തൊക്കെയുണ്ട് ദിയ വിശേഷം? കുഞ്ഞൊക്കെ വന്നിട്ടുള്ള ഒരു മദർഹുഡ് എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നു, ദൈവം സഹായിച്ച് കുഴപ്പമില്ല. ഇപ്പം ഇപ്പം മോന് അങ്ങനെ ഒന്നും കൊടുക്കാറൊന്നും ആയിട്ടില്ല. എടാ കൊള്ളാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം അറിയോ? കൈ, അത് മാനറിസം ദിയൊക്കെ ഉണ്ട്. മൂത്ത പുള്ളിക്കാരിക്ക് ആ സാധനം ദിയൊക്കെ കറക്റ്റാ. ഈ കരികാപ്പേരൊക്കെ ചേർക്കട്ടോ, എന്തപ്പ കേട്ടോ ജാത്തന്റെ അടി, സോറി എടിന്ന് വിളിച്ചില്ല. പക്ഷെ അത് കൊള്ളാം. അങ്ങനെ പോയ സമയത്ത് ഒരാൾ കമൻസിൽ നമ്മളിങ്ങനെ ചോദിക്കും ആരുടെ വോയിസാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ ഒരാൾ ചോദിച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ ശബ്ദം എടുക്കാൻ പറ്റുമോ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. കിങ്ങിണിയിൽ ഇങ്ങനെ അടുത്ത് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ചില വോയിസ് ഇതൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ചെറിയൊരു ബ്ലോക്ക് പോലെ തോന്നുമെങ്കിൽ ഇങ്ങനെ 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 രണ്ടുമൂന്ന് ടാപ്പ് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യും. ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ ശ്രമിച്ചു. അല്ലെങ്കിൽ മേലോട്ട് നോക്കിയിട്ട് ഇങ്ങനെ മറ്റേ നമ്മൾ സാധകം ചെയ്യില്ലേ, സാപ്പാസ എന്ന് പറയുന്ന പോലെ, അപ്പൊ മേലോട്ട് നോക്കി എന്തെങ്കിലും ഒരു സംഭവം പറയാം. ഇപ്പൊ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കിയിട്ട് കുറച്ച് എനിക്കൊരു കോൺഫിഡൻസ് കുറവ് എല്ലാത്തിലും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതെൻ്റെ ഒരു മിമിക്രി എന്ന് പറയുന്ന എൻ്റെ കയ്യിൽ ഞാൻ വെച്ചിരുന്ന എന്തോ ഒരു സംഭവമായിരുന്നു. പക്ഷെ അതിങ്ങനെ നിർത്തിയിട്ട് പോയപ്പോൾ എന്തോ ഒരു വരണം മിസ്റ്റർ എന്തുചൂടൻ, വിനാശകാലേ ഓപ്പോസിറ്റ് ബുദ്ധി, വിക്ടോറിയ കോളേജ് മുതൽ കോട്ടയം മൈതാനം വരെ ഓട്ടിച്ചിട്ട് തല്ലിയതാ നാട്ടുകാരെന്നെ, ഓട്ടടാ. ശരിക്കും ഇതെന്തോ വെച്ച സംഭവം കേട്ടോ. എനിക്കിത് മനസ്സിലാവുന്നില്ല, ഇതിന്റെ പരിപാടി എങ്ങനെയാണെന്ന് എനിക്ക് പിടികിട്ടുന്നേ ഇല്ല. വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ കിങ്ങിണി. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഒരു അടിപൊളി ആർട്ടിസ്റ്റാണ്. അടിപൊളി ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു മനുഷ്യന് ദൈവം ഇത്രയും കഴിവൊക്കെ കൊടുക്കാവോ? എനിക്കൊന്നും ഇത്രയും കഴിവില്ല കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് കുശുമ്പൊക്കെ ഉള്ള ഒരു ആർട്ടിസ്റ്റാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഒരുപാടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. ഡോക്ടർ അഖില എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഡോക്ടർ മിമിക്രി, അതായിരിക്കും എല്ലാവർക്കും നന്നായിട്ട് അറിയാൻ പറ്റുന്നത്. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? നന്നായിട്ട് തോന്നുന്നു. എങ്ങനെയാണ് ഇത്രയും കഴിവ് കിട്ടിയത്? ഫസ്റ്റ് നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. എനിക്കൊക്കെ ഒറ്റ സൗണ്ടേ ഉള്ളൂ. ഈ സൗണ്ട് ഒന്ന് അടഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. ഇതാണ് എൻ്റെ പ്രൊഫഷൻ, സൗണ്ട് വെച്ചിട്ട് പോകുന്നതാണല്ലോ. ഇതിപ്പോൾ തന്നെ കുറച്ച് അടഞ്ഞിരിക്കുക. ഇത് ചെറുതായിട്ട് നടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എങ്ങനെ ടോൺ പിടിക്കാൻ നോക്കിയാലും ഒന്നും പുറത്തോട്ട് വരത്തില്ല, കാറ്റ് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് ഇതെല്ലാം ഇങ്ങനെ മാനേജ് ചെയ്ത് ഹാൻഡിൽ ചെയ്ത് പോകുന്നത്? അത് മിമിക്രി എന്ന് പറയുന്നത് നമ്മുടെ കുറച്ചൊക്കെ ഇൻബോൺ ആണ്, പക്ഷെ കുറേ എല്ലാം പ്രാക്ടീസിലൂടെ കിട്ടുന്നതാണ്. ഇപ്പം ഞാൻ വന്നപ്പോൾ നിങ്ങളുടെ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് സ്വാസിക മാമിൻ്റെ ശബ്ദമായിട്ടൊരു സിമിലാരിറ്റി തോന്നിയിരുന്നു. അപ്പോൾ അത് ആ ഒരു മാനറിസംസ് എല്ലാം പിടിച്ചിട്ട് ഒരുപാട് ടൈം ആ ഒരു ശബ്ദം കേട്ട് വന്നാൽ ചിലപ്പോൾ വോയിസ് എടുക്കാൻ പറ്റും. ഞാൻ വെറുതെ അത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കേട്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോയെന്ന്. അത് ആദ്യമേ പറഞ്ഞു. ഭയങ്കര സന്തോഷം. ഓക്കെ, നമുക്ക് ഫ്രം ദ ബിഗിനിങ് തന്നെ തുടങ്ങാം. എപ്പോഴാണ് ഇങ്ങനെ ഒരു മിമിക്രി എന്നുള്ളൊരു ടാലൻറ്റ് ഉണ്ടെന്നൊക്കെ ഫൈൻഡ് ചെയ്തത് എപ്പോഴായിരുന്നു? 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് സ്റ്റേജിൽ മിമിക്രി അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ യൂത്ത് ഫെസ്റ്റിവലെല്ലാം പോയിന്റ്സ് കിട്ടാനായിട്ട് എല്ലാത്തിലും ചേരും. അപ്പം അറിയാമെങ്കിലും അറിഞ്ഞൂടെങ്കിലും എല്ലാത്തിലും കയറി പേര് കൊടുക്കും. അങ്ങനെ ജസ്റ്റ് ചെയ്ത ഒരു സംഭവമാണ് മിമിക്രി. അത് സിംഗേഴ്സിൻ്റെ വോയിസാണ് ഫസ്റ്റ് ചെയ്തത്. അത് വീട്ടിലെപ്പോഴും എൻ്റെ അമ്മ 24 hours ഇങ്ങനെ റേഡിയോ വെച്ചേക്കും. അപ്പം പാട്ടുകളെല്ലാം എപ്പോഴും പരിചയമാണ്. അപ്പം അങ്ങനെ ഫസ്റ്റ് ചെയ്തത് ജാനകി അമ്മയുടെ വോയിസാണ്. അങ്ങനെ അത് ചെയ്തിട്ട് കുറച്ച് പേരെല്ലാം നന്നായിട്ടുണ്ടെന്നെല്ലാം പറഞ്ഞു. പിന്നെ അതിലിങ്ങനെ അപ്ഡേറ്റ് ചെയ്തത് കൊണ്ടുവന്നത്. അങ്ങനെ കയറി വന്നതാ. ഫസ്റ്റ് ഇപ്പം മിമിക്രിക്ക് ഈ പറഞ്ഞ 6th മത്സരിക്കാൻ കയറുമ്പം ഇങ്ങനെ എനിക്ക് ഇതിന് ടാലന്റ് ഉണ്ട് അങ്ങനെ ഒന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് വെറുതെ പോയിന്റ് വേണ്ടി കയറി. എന്നിട്ട് അത് സക്സസ് ആയിരുന്നോ? സക്സസ് ആയിരുന്നു. പ്രൈസ് ഒക്കെ കിട്ടി? അത് അങ്ങനെയല്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കണ്ടസ്റ്റന്റ് ആയിട്ട്. അപ്പൊ പിന്നെ മാർക്ക് കിട്ടില്ല, അതിന് വേണ്ടിട്ട് അങ്ങനെ ഗ്രേസ് പോയിന്റ് എങ്ങനെയാണെങ്കിലും കിട്ടൂലോ. അപ്പൊ ഇത് ശരിക്കും നിനക്ക് ടാലന്റ് ഉണ്ടെന്ന് ആദ്യം പറഞ്ഞ ആരാ? അങ്ങനെ ചോദിച്ചാൽ അത് ഞാൻ മനസ്സിലാക്കി എടുത്തതാണ്. പിന്നെ ഞാനത് ഷോക്കേസ് ചെയ്തതാണ്. എനിക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഷോക്കേസ് ചെയ്തതാണ്. കുറെ എല്ലാം സ്കൂളിലെ ടീച്ചേഴ്സും ഫ്രണ്ട്സും ആണ് ആദ്യം പറഞ്ഞത്. അങ്ങനെയല്ല, അങ്ങനെയാണ്. ഈ ഇമിറ്റേറ്റ് ചെയ്യുന്ന കണ്ടിട്ട് ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു കൊള്ളാലോ. അങ്ങനെ ആദ്യം ട്രൈ ചെയ്ത വോയിസ് ആരുടെയൊക്കെ? ഈ പറഞ്ഞ ജാനകി അമ്മ, പിന്നെ ജാനകി അമ്മേൻ്റെയാണ് ഫസ്റ്റ് ട്രൈ ചെയ്ത്. പിന്നെ അതിനുശേഷം ഇങ്ങനെ 3 ഏജ് ഗ്രൂപ്പിലുള്ളവർ ഒരേ പാട്ട് പാടിയാൽ ഇങ്ങനെ പണ്ടത്തെ ഐറ്റംസ് ആണ്. ഒരു കൊച്ചുകുട്ടി പാടിയാൽ ഒരു മിഡിൽ ഏജ്, പിന്നെ ഓൾഡ് ഏജ്, അങ്ങനെ വേരിയേഷൻസ് ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഓട്ടോ, ട്രെയിൻ, അതിന്റെ പല വേരിയേഷൻസ്, അങ്ങനെ ഒരു
ആദ്യത്തെ സംഭവങ്ങളൊക്കെ. അങ്ങനെ. പിന്നെ ഈ ശരിക്കും നമ്മൾ ഈ സെലിബ്രിറ്റി ആർട്ടിസ്റ്റുകളുടെ സൗണ്ട് ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഒരുപാട് ഒബ്സർവേഷൻ അങ്ങനെ കിട്ടുന്ന ഒരു കാര്യമാണല്ലോ. അങ്ങനെയുള്ളതിൽ ആദ്യം കണ്ടുപിടിച്ചത് ആരുടെയാ? ഫസ്റ്റ് ഇമിറ്റേറ്റ് ചെയ്ത് നോക്കിയത് ആരുടെയാ? മധു സാറിന്റെ വോയിസ് ആണ് ഫസ്റ്റ് ഇമിറ്റേറ്റ് ചെയ്തത്. എടാ ആര് പെട്ടെന്ന് ഓപ്റ്റ് ചെയ്യുന്നതല്ല. ലൈക്ക് എസ്പെഷ്യലി ഗേൾസ് ഒക്കെ മിമിക്രി ചെയ്യുമ്പോൾ നമ്മൾ പൊതുവെ കാണാറുള്ളത് ബിന്ദു പണിക്കർമയും അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ കാണാറുള്ളത്. പക്ഷെ ഇത് ഭയങ്കര വെറൈറ്റി ഓപ്ഷൻസ് എല്ലാം കയ്യിലുള്ളത്. അതെന്താ അങ്ങനെ ഓപ്റ്റ് ചെയ്തേ? കേട്ടപ്പോ ഇങ്ങനെ തോന്നിയോ? അതിപ്പം ഫീമെയിൽ ചെയ്യുന്ന പറയുമ്പോൾ മോസ്റ്റ്ലി എല്ലാവരും വിചാരിക്കുന്ന ഫീമെയിൽ വോയിസ് തന്നെ ആയിരിക്കും. അപ്പൊ അതിലെന്തായാലും ഒരു വെറൈറ്റി വേണമല്ലോ. പിന്നെ മധു സാറിന്റെ വോയിസ് ഇങ്ങനെ ടിവിയിലെല്ലാം KS പ്രസാദ് സാറിന്റെ എല്ലാം ഷോസ് ഒക്കെ കണ്ട് അവര് ഓരോരുത്തർ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന കണ്ട് പഠിച്ചതാണ്. ആ മുഖമെല്ലാം അങ്ങനെയൊക്കെ പഠിച്ചിട്ട് പിന്നെ എപ്പോഴോ ശബ്ദം പിന്നെ ഓക്കെ ആയി വന്നതാണ്. വേറെ എന്തൊക്കെ ടാലന്റ് ഇതല്ലാതുള്ളത്, മിമിക്രി അല്ലാതെ? ടാലന്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പാട്ടൊക്കെ പാടും. പിന്നെ കലോത്സവത്തിന് ഗ്രേസ് പോയിന്റ് കിട്ടാൻ വേണ്ടി കയറിയതാന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചതാ ഡാൻസ്, പാട്ട്, മോണോ ആക്ട് ഒക്കെ കയ്യിലുണ്ടോന്ന് അറിയാൻ. പണ്ടൊക്കെ ചെയ്യുമായിരുന്നു. ഡാൻസും മോണോ ആക്ടും ഒക്കെ ഉണ്ട്. മോണോക്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിലും ഒക്കെ സകലകല വല്ലതായിരുന്നു പ്രൈസ് ഒക്കെ കിട്ടുന്നത്. പ്രൈസ് അങ്ങനെ ഒരു അങ്ങനെ സ്റ്റേറ്റ് പോയിട്ടില്ല മോണോക്ട് ഒന്നും. ജില്ല വരെയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ കഥാപ്രസംഗം ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഓർക്കസ്ട്ര ഇല്ലാതെ, അതും പോയിന്റിന് വേണ്ടി മാത്രം അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. പോയിന്റിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു. എന്നിട്ട് ഇതിലൊക്കെ സ്റ്റേറ്റ് ഒക്കെ പോയി അങ്ങനെയൊക്കെ മത്സരിച്ചിട്ടുണ്ട്. ശരി, കൊള്ളാം. ഫാമിലി ആണോ ഏറ്റവും സപ്പോർട്ട് ആരാ അപ്പൊ ഡോക്ടർക്ക്? ഇപ്പോൾ നിലവിൽ എൻ്റെ ഫ്രണ്ട്സും പിന്നെ ഞാൻ എൻഗേജ്ഡ് ആണ്, പുള്ളിയാണ് ഏറ്റവും സപ്പോർട്ട്. അഭിജിത്ത് അതൊക്കെ കണ്ടുപിടിച്ചിട്ടേ ഇരിക്കുള്ളൂ. അപ്പൊ ഇതൊക്കെ ലൈക് ഫസ്റ്റ് അറിഞ്ഞ സമയത്തും ഭയങ്കര ഇഷ്ടമായിരുന്നു ആൾക്കും? ആള് ഫസ്റ്റ് ഞാനൊരു പ്രോഗ്രാം ചെയ്യുന്ന കണ്ടിട്ട് എനിക്ക് അങ്ങനെ എന്നെ ഫസ്റ്റ് പ്രോഗ്രാമിലൂടെയാണ് കാണുന്നത്. ആ സമയത്ത് പരിചയമുണ്ട്. പക്ഷെ നമ്മൾ പിന്നീടാണ് ഇങ്ങനെ മിണ്ടി തുടങ്ങുന്നത്. ബ്ലഷ് ചെയ്യുന്നു. ആൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൗണ്ട് ഏതാ ഡോക്ടർ ചെയ്യുന്നതിൽ? അങ്ങനെ എൻ്റെ അടുത്ത് ഇതൊരു ആസിഫലിന്റെ വോയിസ് ആണ് ഫസ്റ്റ് കാണുന്നത്. അത് ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയിരിക്കുന്ന ആസിഫലിക്ക് തന്നെയാണോ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ? കുറെ പേര് തിരിച്ചറിഞ്ഞല്ല ആസിഫലിന്റെ വോയിസിലാണ്. അന്ന് ഫസ്റ്റ് ആസിഫലിയുടെ സാറിന്റെ മുന്നിൽ വെച്ചിട്ട് അത് പെർഫോം ചെയ്തപ്പോ തോന്നുന്നല്ലേ? ഓക്കെ, അതാണോ ഡോക്ടറുടെ ഫസ്റ്റ് ഒരു ടേണിംഗ് പോയിന്റ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്നാണോ? ആണ്, അവിടെ നിന്നാണ്. അതുവരെ ഞാൻ മിമിക്രി ആർട്ടിസ്റ്റ് ആണെന്നുള്ളത് പലർക്കും അറിയില്ലായിരുന്നു. ജസ്റ്റ് പാട്ടും അങ്ങനെയൊക്കെ ആണെന്നാണ് വിചാരിച്ചിരുന്നത്. ഫസ്റ്റ് ഞാൻ കോമഡി ഉത്സവം സെക്കൻഡ് എപ്പിസോഡാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പം അതിലും ഞാനങ്ങനെ ഒരു നോട്ടീസബിൾ കണ്ടസ്റ്റന്റ് ആയിരുന്നില്ല. പിന്നെ ഒരു ആവറേജ് പെർഫോമൻസ് ആയിരുന്നു സത്യം പറഞ്ഞത്. പക്ഷെ അതിൽ ആസിഫ് അലി ചെയ്തതാണ് കുറച്ചുകൂടി ആളുകൾ കണ്ടത്. പിന്നീട് കോമഡി സൂപ്പർ നൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലവേഴ്സിൽ തന്നെ ഒരു പ്രോഗ്രാമിൽ മിഥിലാജ് സാറ് എന്നെ വിളിച്ചു. ഇങ്ങനെ ആസിഫ് അലി ഗസ്റ്റായിട്ട് വരുന്നുണ്ട്, അപ്പം അതിൽ വരണം. അപ്പം ആ ഒരു ഷോ ആണ്, ആ ഒരു പോർഷനാണ് അത്യാവശ്യം വൈറലായത്. ഇന്നലെയും ഇരുന്ന് കണ്ടു പ്രൊഫൈലില്. അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിന് മുന്നേ, പക്ഷെ ഇന്നലെ വീണ്ടും ഇരുന്ന് കാണാൻ നേരത്ത് ഭയങ്കര രസമുണ്ടായിരുന്നു. നമുക്കിപ്പം നെക്സ്റ്റ് ആയിട്ടൊന്ന് ആസിഫ് അലി സാറിന്റെ സൗണ്ട് തന്നെ ഇമിറ്റേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. കിങ്ങിണിയിൽ ഇങ്ങനെ അടുത്ത് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എന്നെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഒരു ടാലൻറ്റ് കിങ്ങിണിയിലേക്ക് ഉണ്ടെന്നല്ലേ എനിക്ക് മനസ്സിലായി. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നല്ല രീതിക്കാണ് എന്നെ പ്രസൻറ്റ് ചെയ്തത്. അതിനൊക്കെ താങ്ക് യു. അയ്യോടാ, ഇഷ്ടപ്പെട്ടു. ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് സാറിനെ, 2-3 ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ചെയ്തത് നമ്മുടെ ആഭ്യന്തര കുറ്റവാളിക്കായിരുന്നു. അപ്പൊ എനിക്ക് ഉണ്ട്, നല്ല സിമിലാരിറ്റി ഉണ്ട്. അയ്യോ, ഭയങ്കര രസമുണ്ട്. അവള് ഭയങ്കര ഇങ്ങനെ തന്നെ ടോണും മോഡുലേഷനും ഒക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. അന്ന് സ്റ്റേജിലായിരുന്നാലും അങ്ങനെ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. അതിൽ നമ്മളെ ഭയങ്കരമായിട്ട് കംഫർട്ട് ആക്കും. ഓക്കെ, എനിക്ക് ചോദിക്കട്ടെ, ഏറ്റവും കഷ്ടപ്പെട്ട് പഠിച്ച ആരുടെ സൗണ്ടാ? ഒരുപാട് ട്രൈ ചെയ്ത് അതിപ്പോ റീസെന്റ് ഭയങ്കര കഷ്ടപ്പെട്ട് പഠിച്ചത് ഐശ്വര്യ ലക്ഷ്മിന്റെ വോയിസ് ആണ്. അത് കുറേ ഇങ്ങനെ ഫിൽട്ടർ ചെയ്തിട്ട് ഒക്കെയാണ് അത് പഠിച്ചത്. എല്ലാം കഷ്ടപ്പെട്ടാണ് പഠിക്കുന്നത്. എന്നാലും ഇങ്ങനെ ഇപ്പൊ അടുത്ത് ചോദിച്ചപ്പോൾ അല്ലാതെ ഞാൻ ഒരു 51 വോയിസ് ചെയ്തിട്ട് 4 മിനിറ്റ് കൊണ്ട് ചെയ്ത ഒരു ഷോ ചെയ്തിട്ടുണ്ട് ഫ്ലവേഴ്സിൽ. അത് ഭയങ്കര ഒരു കഷ്ടപ്പാടായിരുന്നു. എനിക്ക് കോളേജിൽ ഫൈനൽ ഇയർ എക്സാംസിന് തൊട്ട് മുന്നേ ഉള്ള യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ നടക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ടെൻഷനിൽ നിന്ന് ഇങ്ങനെ മാറാൻ വേണ്ടി ഞാൻ വേറെ എന്തെങ്കിലും, ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പം എനിക്കൊരു കോൺഫിഡൻസ് വരും. കാരണം ആ ഏരിയ ഉണ്ടല്ലോ എന്നൊരു കോൺഫിഡൻസ് വരും. അപ്പോൾ ആ സമയത്താണ് 51 വോയിസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി. അപ്പം അതിന് വേണ്ടിയിട്ട് നല്ല രീതിക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ബീറ്റ് ബോക്സിങ് പഠിക്കാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ എഴുതി വെച്ചിരിക്കുവായിരുന്നു ബീറ്റ് ബോക്സിംഗ് ഒക്കെ. ഇത് കാതിൽ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞിരിക്കുക. ഓക്കെ, ബീറ്റ് ബോക്സിങ്ങിലോട്ട് എങ്ങനെയാണ് വന്നത്? ബീറ്റ് ബോക്സിങ് ഫസ്റ്റ് ചെയ്യുന്നത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ്. അപ്പം നമ്മുടെ അതിൻ്റെ ഒരു സൗത്ത് സോൺ ഇതിൻ്റെ മത്സരം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ നോക്കുമ്പം ബോയ്സും ഗേൾസും ഒരുമിച്ചാണ് കോമ്പീറ്റ് ചെയ്യേണ്ടത്.
അപ്പോൾ ആ സമയത്ത് അവരൊക്കെ കൂടുതലും അവരുടെ കുറച്ചുകൂടി ഇങ്ങനെ മറ്റേ ഒരുപാട് വോയിസസ്, അത് മറ്റേ എന്താണ് മറ്റേ ഉത്സവത്തിന്റെ ശബ്ദങ്ങളോ അങ്ങനെ ഭയങ്കര ആ രീതിക്ക് ഭയങ്കര ഒച്ചപ്പാടൊക്കെ ചെയ്യുന്ന, ഞാൻ വരുമ്പോൾ ആർട്ടിസ്റ്റ് മാത്രം. അപ്പം എൻ്റെ ഇങ്ങനെ കാമായിട്ട് പോകുന്ന അവരെ ഭയങ്കര ഒരു, അപ്പം അവർക്ക് മെയിനായിട്ട് അവരുടെ അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നിയത് ആ ഒരു ഏരിയ ആണ്, അതായത് ഇങ്ങനെ ഒരുപാട് വോയിസസ് എടുക്കുന്നൊരിത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആണ് ബീറ്റ് ബോക്സിങ് കൂടെ ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളത് ഞാൻ അങ്ങനെ ആലോചിക്കുന്നത്. അപ്പം കോമഡി ഉത്സവത്തിൽ തന്നെ വന്നപ്പം നമ്മുടെ ബീറ്റ് ബോക്സിങ് എനിക്കൊന്ന് കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആദർശാണ്. അതെ. അപ്പം ആദർശിൻ്റെ വീഡിയോസ് ഇങ്ങനെ കുറേ കണ്ടിട്ടുണ്ട്. ഞാനും ആദർശമൊക്കെ ഫസ്റ്റ് ഷെഡ്യൂളിൽ കോമഡി ഉത്സവത്തിൽ പ്രോഗ്രാം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവ ഇങ്ങനെ ചെയ്യുന്ന കാണാം, പക്ഷെ എന്നാലും കാണുമ്പോൾ മനസ്സിലാവില്ല എങ്ങനെയാണ് സംഭവം ചെയ്യുന്നത്. പിന്നെ യൂട്യൂബ് വീഡിയോസിൽ കുറേ ട്യൂട്ടോറിയൽസ് എല്ലാം കണ്ടിട്ട് അങ്ങനെ പഠിച്ചെടുത്താണ് ബീറ്റ് ബോക്സ്. അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം കാണിക്കുമോ? ആ ചെയ്യാം. 3, 2, 1, DJ. കൊള്ള ഞാനുണ്ടല്ലോ കമൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ സൗണ്ട്സ് കറക്റ്റ് നന്നായിട്ട് ചെയ്യുന്നപ്പോൾ മഹേശ്വരൻ്റെ ഒക്കെ വീഡിയോയുടെ താഴെ കമൻസ് കണ്ടിട്ടുണ്ട്, ഇവൻ്റെ തൊണ്ടയിൽ AI വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. സത്യം പറയുള്ളൂ, ഞാൻ ആദ്യമായിട്ടാ ഒരു മിമിക്രി ചെയ്യുന്ന ഒരാളെ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യുന്നതും ഇങ്ങനെ ഇത്രയും ക്ലോസ് ആയിട്ട് കിട്ടുന്നത്. എനിക്കിപ്പോൾ അതിനെ തോന്നിയ ഫസ്റ്റ് 3, 2, 1 പറഞ്ഞപ്പോൾ ഇതിപ്പോൾ എവിടുന്ന എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഏറ്റവും രസകരമായിട്ട് വന്നിട്ടുള്ള കമന്റ് ഏതാ? ഈ ലോക്ക്ഡൌൺ സമയത്ത് ഫേസ്ബുക്ക് ലൈവ്സ് ഒക്കെ പോവായിരുന്നു, ഓരോ പേജ് ഇങ്ങനെ വിളിക്കും, ഇങ്ങനെ ഈ സമയത്ത് ലൈവ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ പോയ സമയത്ത് ഒരാൾ കമന്റ്സിൽ നമ്മളിങ്ങനെ ചോദിക്കും ആരുടെ വോയിസ് ആണ് ചെയ്യേണ്ടതെന്നൊക്കെ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ ഒരാൾ ചോദിച്ച് ശ്രീനാരായണ ഗുരുവിന്റെ ശബ്ദം എടുക്കാൻ പറ്റുമോ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അതെനിക്ക് പെട്ടെന്ന് ചോദിച്ചപ്പോൾ അതാണ് ഓർമ്മ വരുന്നത്. അല്ലാതെ കുറെ ഇങ്ങനത്തെ കമന്റ്സ് എന്ത് പറയൂലേ കേട്ടിട്ടില്ല. അല്ല കേട്ടിട്ടില്ല. വന്നിട്ടുള്ള ഈ സെലിബ്രിറ്റി DMs ഒക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ടല്ലോ. ഇപ്പം കമന്റ്സ് ഒക്കെ എടുക്കുമ്പോൾ തന്നെ ഒരുപാട് സെലിബ്രിറ്റീസിന്റെ കമന്റ്സ് ഉണ്ട്. അതുപോലെ വന്നിട്ടുള്ള DMസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഭയങ്കര സ്പെഷ്യൽ ഒരു മൊമെന്റ് ഏതായിരിക്കും? DMസിൽ ഞാൻ ശിവാംഗിന്റെ വോയിസ് ചെയ്ത ആ സമയത്ത് ബിന്നി കൃഷ്ണകുമാർ മാം മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഇപ്പം റീസെന്റ് എനിക്കത് ഭയങ്കര ഒരു നന്നായിട്ട് തോന്നി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ശിവാംഗി, പിന്നെ അഹാന ഇഷാനി സിസ്റ്റേഴ്സിന്റെ, അത് പെർഫെക്റ്റ് ആയിരുന്നു. ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താണെന്നറിയോ, ബിക്കോസ് ഞാൻ ഇവരെ ഒരുപാട് നാളായിട്ട് ഫോളോ ചെയ്യുന്നതാണ്. ഞാൻ ഇൻസ്റ്റ തുടങ്ങിയ കാലത്ത് ഞാൻ ആദ്യം ഫോളോ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത് ഈ അഹാനയൊക്കെയാണ്. അപ്പൊ ഇവരുടെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കണ്ട് എല്ലാത്തിന്റെയും കറക്റ്റാ. അതായത് അഹാനയുടെ തന്നെ പല രീതിയിൽ അഹാന എപ്പോഴും സംസാരിക്കുന്നത് കറക്റ്റ് ഒരു എക്സാക്ട് ടോൺ അല്ല. ഇപ്പം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നത് വേറൊരു രീതി, ആള് എക്സാജറേറ്റ് പറയുമ്പോൾ വേറെ, നറേറ്റീവ് സ്റ്റൈല് വേറെ. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ അഹാന ഞാൻ ചെയ്തപ്പോൾ ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. പക്ഷെ അത് ഇറക്കി കഴിഞ്ഞപ്പോൾ കുറച്ചുപേര് ശരിയായില്ല എന്ന് പറഞ്ഞ അഹാനയാണ്. പക്ഷെ ഫസ്റ്റ് കണ്ടിട്ട് കാണുന്നുണ്ടായിരിക്കും, അതറിയില്ല. ഫസ്റ്റ് ഞാൻ ചെയ്ത അഹാനയാണ് അവരുടെ ഇതിൽ. പിന്നെ അഹാനേന്ന് പിടിച്ചിട്ടാണ് ബാക്കി 3 പേരുടെ ഇവിടെ ചെയ്തത്. പെർഫെക്റ്റ് ആയിരുന്നു, കറക്റ്റ് ആയിരുന്നു, അത് തന്നെയായിരുന്നു. അപ്പൊ എനിക്ക് അതും കാണണം, ശിവാംഗിയും കാണണം. ഓക്കെ, ശിവാംഗി നമുക്ക് ആദ്യം കാണാം. എല്ലാ മലയാളി മക്കൾക്കും വണക്കം. കിങ്ങിണിക്ക് സുഖാണോ? സുഖാണ്. എങ്ങനെയുണ്ട്? വീട്ടിലെല്ലാവർക്കും സുഖാണോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ശിവാംഗി എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ നന്നായിട്ട് പോകുന്നു. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ഉണ്ട്, അതിന് പോയിട്ട് 2 പാട്ടെല്ലാം പാടണം. വൈകുന്നേരം വേറെ ഷൂട്ട്, അങ്ങനെയെല്ലാം പോണു. ഫുള്ള് ബിസിയാണ്. അങ്ങനെയെല്ലാം പോണു, ബിസി ആയിട്ട് പോണു. എന്താ ഫ്യൂച്ചർ ലൈഫിനെ പറ്റി പറയാനുള്ളത്? ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് എല്ലാം വന്നേ ഭയങ്കര സങ്കടമായിട്ടെല്ലാം ഇരിക്കുന്നു. ഇനി നെക്സ്റ്റ് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശിവാംഗി എനിക്ക് ഇന്റർവ്യൂ ചെയ്യാൻ കിട്ടിയിട്ടില്ല ഇതുവരെ, അത് ഞാൻ സാധിച്ചു. ആഗ്രഹം കറക്റ്റായിട്ട് ഇങ്ങനെ ചിന്തിച്ച് പറയുന്ന സാധനങ്ങളൊക്കെ ശരിക്കും എത്ര ഒബ്സർവ് ചെയ്യണം നമ്മൾ ഒരാളുടെ സൗണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, എത്ര ടൈം എടുത്ത് ഒബ്സർവ്, ലൈക്ക് നമ്മൾ എന്താണ് സൗണ്ട് കണ്ടുപിടിക്കണം, അവരുടെ ഈ വാക്കുകളുടെ ഇടയ്ക്കുള്ള ഇന്റർവെൽസ് അങ്ങനെ എല്ലാം നോക്കണ്ടേ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ, എത്ര ടൈം എടുക്കും ഒരാളുടെ സൗണ്ട് പഠിക്കാൻ? ചിലത് നമുക്ക് പെട്ടെന്ന് കണക്ട് ആവും, ചില വോയിസസ് എല്ലാം. ഇപ്പം ഗായത്രി സുരേഷിന്റെ ഒക്കെ വോയിസ് ചെയ്യുമ്പം പുള്ളിക്കാരി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം പിടിക്കും. അപ്പൊ ആ സാധനം പിടിച്ച വോയിസിന്റെ എവിടെയൊക്കെ നമുക്ക് പിന്നെ ഒരു ഇത് വെച്ചിട്ട് ചെയ്ത് പോകും. അപ്പൊ അവരുടെ എല്ലാവരും നോട്ടീസബിൾ ആയിട്ടുള്ള ഒറ്റ സാധനം കാണും. ഇപ്പം അത് ഓരോരുത്തരുടെ ആകുമ്പോൾ അങ്ങനെ. ഇപ്പം ഗായത്രി സുരേഷിൻ്റെ ആണ് ഇത്. ശിവാംഗിക്കാണെങ്കിൽ ഒരു ട്രബിൾ, ഒരു ഇങ്ങനത്തെ ഒരു സാധനമുണ്ട്. അപ്പം ആ സാധനം പിടിച്ചിട്ട് അതിന്റെ കൂടെ ഡയലോഗ് കെട്ടി പോയി അങ്ങനെ പോകും. പിന്നെ അവർ മോഡുലേഷൻസും മാനറിസംസും കൂടെ ക്ലബ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 90% ഒക്കെ നമുക്ക് കിട്ടും. എന്തൊക്കെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവര് സംസാരിക്കുമ്പോൾ
മെയിനായിട്ട് വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് ഒരുപാട് തവണ കേൾക്കണം. പിന്നെ അവരെ കണ്ടോണ്ട് നമ്മൾ കേട്ടോണ്ടിരിക്കണം കുറച്ച് തവണ. പിന്നെ ചിലരുടെയൊക്കെ ലിപ്പൊക്കെ പിടിച്ചിട്ട് അങ്ങനെ ലിപ്പിന്റെ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ചിലർ സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ശബ്ദം എടുക്കുന്നതും ചിലർക്ക് ഒരു അടപ്പുണ്ടായിരിക്കും സംസാരിക്കുന്ന അതില്, ശ്വാസം എടുക്കുന്നതിനൊരു ഒരു ഇതുണ്ടായിരിക്കും. അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്. ശരിക്കും ഡോക്ടറുടെ സൗണ്ട് കെയർ ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാ ചെയ്യാറുള്ളത്? ഞാൻ ഒന്നും ചെയ്യാറില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്നാണ്. ഇപ്പം ഇന്നലെ ഒരു ഡെസേർട്ട്, നമ്മളൊരു കോൾഡ് ഡെസേർട്ട് കഴിക്കണമെന്ന് വിചാരിച്ചിരുന്നു ഞാനും ചേച്ചിയും. അപ്പൊ അത് വേണ്ടാന്ന് വെച്ചു. അതാണ് ഞാനിപ്പം അടുത്തായിട്ട് ചെയ്ത എന്തെങ്കിലും ഒരു കെയർ ആയിട്ട്. ഞാനൊരു ഡെസേർട്ട് കഴിച്ചില്ല, അങ്ങനെയൊക്കെ. അല്ലാതെ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ശരിക്കും നമ്മളങ്ങനെ പറയാൻ പാടില്ല. ഞാൻ ഒരു റെസ്പെക്റ്റോടു കൂടിയാണ് കാണുന്നത്. എന്തുണ്ടെങ്കിലും എൻ്റെ കഴിവുണ്ടെങ്കിൽ അതൊരു റെസ്പെക്റ്റ് ആയിട്ടാണ് കാണുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എന്നാലും ചില സമയത്ത് ഇപ്പൊ ചില വോയിസ് ഇതൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ചെറിയൊരു ബ്ലോക്ക് പോലെ തോന്നുമെങ്കിൽ ഇങ്ങനെ 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 രണ്ടുമൂന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ ശ്രമിച്ചു. അല്ലെങ്കിൽ മേലോട്ട് നോക്കിയിട്ട് ഇങ്ങനെ മറ്റേ നമ്മൾ സാധകം ചെയ്യില്ലേ, സാപ്പാസ എന്ന് പറയുന്ന പോലെ. അപ്പൊ മേലോട്ട് നോക്കി എന്തെങ്കിലും ഒരു ഒരു സംഭവം പറയാം. ഇപ്പൊ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കിയിട്ട് കുറച്ച് എനിക്കറിയത്തില്ല. ഞാൻ ശ്രമിക്കാം. നാളെ ഞാൻ ഓഫീസിൽ വരുമ്പോൾ രാവിലെ അല്ല, ഒരു മെഡിക്കൽ അഡ്വൈസ് ആണ് ചോദിക്കുന്നെങ്കിൽ ചൂടുള്ള എന്തെങ്കിലും അങ്ങനെയൊക്കെ ഒന്ന് ഗാർഗിളൊക്കെ ചെയ്താൽ ശരി. അത് ചോദിക്കാമല്ലോ. ഓക്കെ, ഇനി ഡോക്ടറോട് ചോദിക്കാം സെഗ്മെന്റ് ആണ്. ഓക്കെ, മെഡിക്കലായി ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ചൂടുവെള്ളം കുടിക്കുക, പിന്നെ പിന്നെ ആ സമയം നമ്മുടെ ചൂട് രസമൊക്കെ ഈ സമയത്ത് കഴിക്കുന്നതല്ല, അല്ല കുരുമുളകൊക്കെ ഇട്ടിട്ട് രസം ഉണ്ടാക്കി. അല്ലാതെ ഒരു പ്രിസ്ക്രിപ്ഷൻ എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങളുടെ കേസൊക്കെ എടുക്കേണ്ടി വരും. അല്ല, നമ്മൾ പറയുന്നത് ശരിയല്ല. ഇല്ല, എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. കൊള്ളാം. ഓക്കെ, നമുക്ക് ആ ഒരു ഡോക്ടർ ജേണിയിലോട്ട് പോവാം. അതും കുഞ്ഞിലെ തൊട്ടുള്ള ആഗ്രഹമായിരുന്നോ ഡോക്ടർ ആവണം? ഡോക്ടർ ആവണമെന്ന് അങ്ങനെ ആഗ്രഹം. വെളിപ്പെടുത്തൽ. ഡോക്ടർ ആകാൻ താല്പര്യമില്ല എന്നുള്ള വെളിപ്പെടുത്തലിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. അങ്ങനെ കുഞ്ഞിലെ തൊട്ടൊന്നും ആഗ്രഹമില്ലായിരുന്നു. വന്ന് പെട്ടതാണ്, എത്തിച്ചേർന്നതാണ് ശരിക്കും. കുഞ്ഞിലെ എനിക്ക് അല്ലാത്ത ശരിക്കും അങ്ങനെ ഒരു അംബീഷ്യസ് ആയിരുന്നില്ല ഞാൻ. എന്ന് വെച്ചാൽ എനിക്ക് എല്ലാം ചെയ്യണമെന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു ഇന്ന പാത്ത് എന്നുള്ളൊരു സാധനമില്ല. പിന്നെ ഒരു +2 എല്ലാം കഴിഞ്ഞപ്പോൾ ഏകദേശം നമുക്കൊരു മുന്നിലൊരു ആ ഒരു ഫോഗൊക്കെ മാറിയിട്ട് പിന്നെ വന്നതാണ്. അതിൽ വന്നതാണ് മെഡിസിൻ. നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നോ? കുഴപ്പമില്ലാതെ പഠിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പൊ എന്തിലാ ലൈക്ക് മെഡിസിനിൽ ഇപ്പൊ ഏതാ എടുത്തിരിക്കുന്നത്? ഞാൻ ആയുർവേദ മെഡിസിൻ ആണ് കഴിഞ്ഞ ഗ്രാജുവേഷൻ കഴിഞ്ഞേ ഉള്ളൂ. അണ്ടർ ഗ്രാജുവേഷൻ കഴിഞ്ഞതേ ഉള്ളൂ. ഓക്കെ. പിന്നെ 2 വർഷം വർക്ക് ചെയ്തിരുന്നു. കണ്ണൂരാണ് വർക്ക് ചെയ്തത്. ഇപ്പം നാട്ടിലുണ്ട്. നാട്ടിലിപ്പോൾ ഡിവൈൻ ആയുർവേദ ഹോസ്പിറ്റലിൽ ഇപ്പോൾ കൺസൾട്ടൻ്റ് ആയിട്ട് നെക്സ്റ്റ് മന്ത് തൊട്ട് കയറാൻ പോകുന്നു. നെക്സ്റ്റ് മന്ത് തൊട്ട് അവിടെ ഉണ്ടാവും. വരുന്ന പേഷ്യൻസിന് ഇടയ്ക്ക് മിമിക്രി കേൾക്കാം, നമുക്ക് കൺസൾട്ട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഡോക്ടർ അല്ലെങ്കിൽ ഈ പറഞ്ഞ മിമിക്രി ആർട്ടിസ്റ്റ് ഏതാ ഭയങ്കര ഇഷ്ടം? അടുത്ത മാസം ജോലിക്ക് കയറാൻ പോകുന്ന ഒരു വ്യക്തിയോട് ചോദിക്കാം. നമുക്ക് മിമിക്രി എന്ന് പറയുന്നത് ഇപ്പം അതിനെനിക്കറിയാം, നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ ആളുകൾ എന്നെ ഓർക്കും. ചിലപ്പോൾ നല്ല പ്രോഗ്രാംസ് കിട്ടും. ഞാൻ എവിടെ നിർത്തുന്നു അവിടെ വീണ്ടും ഞാൻ ബാക്ക് അടിക്കാം. ഇപ്പം ഒരു 2022 എല്ലാം കഴിഞ്ഞപ്പോൾ ഞാനൊരു ബ്രേക്ക് എടുത്തു. 25 വരെ ഒരു ലോങ് ബ്രേക്ക് ആയിരുന്നു. അപ്പം ജോലിയായിട്ട് പിന്നെ ആ ഒരു അങ്ങനെ പോയി. അപ്പോൾ നമുക്കൊരു സന്തോഷമില്ലായ്മ ഫീൽ ചെയ്യും. പക്ഷെ അവിടെയൊക്കെ ചില പേഷ്യൻസ് ചിലപ്പോൾ എന്നെ കണ്ടിട്ട് ഇങ്ങനെ എവിടെയോ കണ്ട പോലെ തോന്നുന്നു. അപ്പോൾ ചിലപ്പോൾ ഞാൻ മിണ്ടാറില്ല. ഞാൻ ഇങ്ങനെ ചിലപ്പോൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അങ്ങനെയൊക്കെ പറയും. പിന്നെ ചിലർ വീഡിയോസൊക്കെ തപ്പി പിടിച്ചൊക്കെ കണ്ടിട്ട് വന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പോൾ ഒരു വിഷമം തോന്നും. എങ്ങനെയൊക്കെ ചെയ്തിരുന്നില്ലേ, നമ്മളങ്ങനെ ഈ ആർട്ടിസ്റ്റുകൾ ചെയ്തുകൊണ്ടിരുന്ന ആർട്ട് നിർത്തുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് കമ്മിറ്റിംഗ് ഇമോഷണൽ സൂയിസൈഡ് എന്നാണ് പറയുന്നത്. അപ്പം അത് ശരിക്കും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എനിക്കൊരു കോൺഫിഡൻസ് കുറവ് എല്ലാത്തിലും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതെൻ്റെ ഒരു മിമിക്രി എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ ഞാൻ വെച്ചിരുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷേ അതിങ്ങനെ നിർത്തിയിട്ട് പോയപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. പക്ഷെ നമ്മൾ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നു. ഈ ഗ്യാപ്പൊക്കെ എടുത്തിട്ട് പിന്നെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഫേസ് ചെയ്യാറുണ്ടോ? ചെയ്യാതെ സൗണ്ട്സ് ഒക്കെ എടുക്കാതിരുന്ന് ചെയ്യുമ്പോൾ അത് ആദ്യമൊക്കെ ഭയങ്കര ചിലത് ഞാൻ പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കും. അപ്പം മെയിനായിട്ട് ചേച്ചി, പിന്നെ അദ്ദേഹം അഭിജിത്ത്, പിന്നെ രാഹുൽ, മറിയം. അപ്പോൾ ഇവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ ഇവരിങ്ങനെ പറയും ചില സാധനങ്ങൾ ചിലർക്ക് കണക്റ്റ് ആവും, പെട്ടെന്ന് മനസ്സിലാവും, ചിലത് മനസ്സിലാവും. അപ്പം ഞാൻ ശരിക്കും ഉദ്ദേശിക്കുന്നത് പറ്റുന്നില്ല. മുന്നൊക്കെ ആണെങ്കിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും ചെയ്യുമ്പോൾ കറക്റ്റ് ആയി എന്നുള്ള. പിന്നെ എനിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത പോലെ അങ്ങനെയൊക്കെ തോന്നി തുടങ്ങി. പിന്നെ കുറച്ചധികം ടൈം എടുക്കുന്ന പോലെ തുടങ്ങി. സൗണ്ട് ഒക്കെ എടുത്ത് കിട്ടി വരാൻ. ഓക്കെ, ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആരാ? അത് ഈ പറഞ്ഞ രാഹുൽ, കോമഡി ഉത്സവത്തിലുള്ള രാഹുൽ. അപ്പം അവൻ അയച്ചു കൊടുക്കുമ്പോൾ അവൻ ഇങ്ങനെ കീറി മുറിച്ചൊക്കെ പറയും, ഇങ്ങനെ പറയും. പിന്നെ ഡിറ്റി ചേച്ചി പറയും. പിന്നെ
അദ്ദേഹം പറയും. 3 പേരും ക്രിറ്റിസൈസ് ചെയ്യുകയും ചെയ്യും, സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ. ഈ ഒരു ഡോക്ടറുടെ ഇത്രയും കുറേ നാളത്തെ ജേർണി ഉണ്ടല്ലോ, അതായത് കുറേ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നു, പിന്നെ ബ്രേക്ക് എടുത്തു, പിന്നെ തിരിച്ചു വന്നു. ഈ ഒരു ഫുൾ ജേർണിയിൽ നോക്കുമ്പോൾ എപ്പോഴെങ്കിലും ഭയങ്കര ഡൗൺ ആയിട്ടുള്ള ഏതെങ്കിലും മൊമെന്റ് ഉണ്ടോ? ഇപ്പം മേ ബി ത്രൂ കമൻസ് ആയിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും സൗണ്ട് എടുക്കുമ്പോൾ ആൾക്കാർ ഒരുപാട് നെഗറ്റീവായിട്ട് പറയാം, ഇല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഭയങ്കര ഡൗൺ ആയില്ല ഞാൻ ചെയ്യുന്നത് ശരിയല്ലേ, അങ്ങനെയൊക്കെ തോന്നിയ ഏതെങ്കിലും മൊമെന്റ് ഉണ്ടാവും? ഫേസ്ബുക്കിലെ കമന്റ് സെക്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്തിരുന്നു. അതായത് ഇപ്പം ഈ മിമിക് മോർഫിസം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സംഭവം ചെയ്തിട്ട് അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ അതൊരു കുറേ നാളൊന്നും ഇടാതിരുന്നിട്ട് പോസ്റ്റ് ചെയ്യാതെ ഇരുന്നിട്ട് പിന്നീട് ഒന്ന് പോസ്റ്റ് ചെയ്താണ്, പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചിട്ട്, കാരണം ഒരു ഗ്യാപ്പ് വേണ്ട എന്നുള്ള രീതിയിൽ. അപ്പോൾ അതങ്ങോട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പം സത്യം പറഞ്ഞാൽ മിമിക് മോർഫിസത്തിൽ ഒരേ ശബ്ദമുള്ളവരെയാണ് നമ്മൾ എടുക്കുന്നത്, എന്നാലേ നമുക്ക് ആ ട്രാൻസിഷൻ കറക്റ്റായിട്ട് കിട്ടും. എന്നാൽ ഏകദേശം ഒരേ സൗണ്ട് ആയിരിക്കും ഇവർക്ക് എല്ലാവർക്കും. അപ്പം അതുകൊണ്ടാണ് ആ ആളുകളെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ മോർഫ് ചെയ്യുന്നത്. അപ്പം കമൻസ് വരുന്നതെല്ലാം എല്ലാം ഒരുപോലെ ഇരിക്കുന്നു എന്നാണ്, എല്ലാം ഒരുപോലെ ഇരിക്കുന്നു എല്ലാവരും. അപ്പം അത് കാണുമ്പം അതുകൊണ്ടാണല്ലോ ഞാൻ പിന്നെ വേറെ വാക്ക് തർക്കത്തിന് ഞാൻ പോകാറില്ല. ഇത് കണ്ടിട്ട് പിന്നെ പറഞ്ഞു നമ്മളെങ്ങനെ ഇതുപോലെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ ഡിലീറ്റ് ഒന്നും ചെയ്തില്ല. ചിലതെനിക്ക് അത്രയും ഭയങ്കര സെൻസിറ്റീവ് ആണെന്ന് തോന്നി ഇങ്ങനെ ഡിലീറ്റ് ചെയ്യും. അപ്പം ചിലതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീ വെറും പെണ്ണാണ് ഇങ്ങനത്തെയൊക്കെയുള്ള കമന്റ്സ് വരുമ്പം അങ്ങനെ അതിൻ്റെ അങ്ങനെ ജെൻഡറൊക്കെ വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ വരാറുണ്ടല്ലേ? ചിലതൊക്കെ അങ്ങനെയൊക്കെ. അതിന് ആ ഒരു ഇമ്പോർട്ടൻസ് അത് കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. നമ്മൾക്ക് ലൈക്ക് ഇതൊരു ടാലന്റ് അല്ലേ, അതിനിപ്പം ജെൻഡർ ഡിഫറൻസ് ഒന്നും ഇല്ലല്ലോ. പ്രത്യേകിച്ച് മിമിക്രി പോലൊരു നമ്മൾ കൂടുതലും കാണുന്ന മെജോറിറ്റി നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ പോലെ ആണുങ്ങൾ ചെയ്യുന്നതായിരിക്കും കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ഒരു പെൺകുട്ടി ചെയ്യുന്ന സമയത്ത് അത് കൂടുതലും അപ്രിഷിയേറ്റ് ചെയ്യേണ്ടതാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. എനിക്ക് അറിഞ്ഞുകൂടാ, ബിക്കോസ് ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ പ്രത്യേകിച്ച് മെയിൽസിൻ്റെ വോയിസ് ചെയ്യുന്നതും കൂടെ കാണുമ്പോൾ അത് നല്ല രീതിയിലൊരു അപ്രിസിയേഷൻ വേണ്ടൊരു സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും അഹാനയുടെ സൗണ്ടിൽ ആ ഒരു സിസ്റ്റേഴ്സിൻ്റെ സൗണ്ട് ഒന്ന് നോക്കാം. 4 പേരുടെ വേണം. മറ്റേ ഈ ഹൻസികേൻ്റെയും ഇഷാനിൻ്റെയൊക്കെ വോയിസ് നമുക്ക് അത്രയും പിടിച്ചാലേ കിട്ടും. ഇപ്പം ഹൻസിക ഇപ്പം സംസാരിക്കുന്ന ഇപ്പം ഹായ് ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്, ഇങ്ങനെയൊക്കെ കുറച്ച് ആ ഒരു ഹസ്കിനെസ് കിട്ടണമെങ്കിൽ കുറച്ച് നമ്മൾ അങ്ങനത്തെ നല്ലതായിട്ട് അങ്ങനെ റെക്കോർഡ് ചെയ്യണം. ഒന്നാമത്തെ കാര്യം. ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് അഹാനയും ഒന്ന് ദിയാകൃഷ്ണൻ്റെയും. അങ്ങനെ നോക്കാം. ഞാൻ വിചാരിച്ചത് ഇപ്പം 4 ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അവരുടെ ടോൺ ആണെങ്കിലും ഒന്ന് പിടിച്ചു പോയാലും മതി, നമുക്കതൊരു രസമുണ്ടല്ലോ. അഹാന കൃഷ്ണന്റെ വോയിസ്. വീട്ടില് പണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് സേ ദിയ, പക്ഷെ ഇപ്പം ആക്ച്വലി ഐ തിങ്ക് ഓൾ മൈ 3 സിസ്റ്റേഴ്സ് ആർ വെരി സ്റ്റൈലിഷ്. അവർക്ക് 3 പേർക്കും അവരുടേതായിട്ടുള്ളൊരു സ്റ്റൈലും എന്ത് ഇട്ടാലും ക്യാരി ചെയ്യാനുള്ളൊരു സ്റ്റൈലുണ്ട്. അവർ 3 പേരും ഈക്വലി ഫാഷനബിൾ ആണ്. കുറച്ച് കുറവുണ്ടെങ്കിലേ ഞാനായിരിക്കും. ശരിയല്ല, പക്ഷേ ഈ ഈക്വലി ഫാഷനബിൾ വേർഡിന്റെ പ്രൊനൗൺസിയേഷൻ ആ ഒരു എന്താ പറയുക എനിക്ക് അറിഞ്ഞൂടാ. ആ സാധനം കറക്റ്റാ, അത് കറക്റ്റാ. ഓക്കെ, കുറച്ച് ഫ്ലെക്സിബിൾ ആക്കി ചെയ്തു വന്നപ്പം അത്രയും കംഫർട്ടബിൾ ആയത് ദിയാകൃഷ്ണന്റെ വോയിസ് ആണ്. ഇപ്പൊ എന്തെങ്കിലും ചോദിച്ചോ? എന്തൊക്കെയുണ്ട് ദിയ വിശേഷം? കുഞ്ഞൊക്കെ വന്നിട്ടുള്ള ഒരു മദർഹുഡ് എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നു, ദൈവം സഹായിച്ച് കുഴപ്പമില്ല. ഇപ്പം മോന് അങ്ങനെ ഒന്നും കൊടുക്കാറൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇവൻ്റെ കുഞ്ഞമ്മമാർ അവനിങ്ങനെ താലോലിച്ച് എനിക്ക് കിട്ടുന്ന സമയമെല്ലാം ഭയങ്കര കുറവാണ് ശരിക്കും. അപ്പം നമ്മൾ ഈ റംബൂട്ടാൻ്റെ സീസണെല്ലാം ആകുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും, അമ്മ പറയും ഒരു റംബൂട്ടാൻ വെച്ചൊരു പായസം ഉണ്ടാക്കാന്നുള്ള പറയും. പക്ഷെ അവർക്കൊന്നും അത് ഇഷ്ടമല്ല. ഇപ്പം മറ്റേ ഹൻസൂനും ഇഷാനിക്കൊന്നും ഇഷ്ടമല്ല, പക്ഷേ മൂത്ത പുള്ളിക്കാരിക്ക് അത് ഇഷ്ടമാണ്, പായസമൊക്കെ ഇഷ്ടമാണ്. ഇപ്പം എൻ്റെ കൊച്ചിനും കൂടെ കൊടുത്തിട്ട് അവനെ ഒരു പായസക്കുതീനാക്കുമെന്ന് എനിക്കൊരു ചെറിയ ഒരു ഡൗട്ടുണ്ട്. പക്ഷെ കുടിക്കാറായിട്ടില്ല, അതുകൊണ്ട് അവൻ സേഫ് ആണ് എന്തായാലും. എടാ കൊള്ളാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം അറിയോ? കൈ, അത് മാനറിസം ദിയൊക്കെ ഉണ്ട്. മൂത്ത പുള്ളിക്കാരിക്ക് ആ സാധനം ദിയൊക്കെ കറക്റ്റാ. കാര്യം ഇവരുടെ വീഡിയോസ് ഞാൻ പറയില്ല കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ട്, നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അയ്യോ കൊള്ളാട്ടോ, മാനറിസം സൗണ്ട് എല്ലാം പെർഫെക്റ്റ്. ഡയലോഗ്സ് അല്ലെങ്കിൽ പാട്ട്, ഇത് രണ്ടും പഠിച്ചെടുക്കുമ്പോഴത്തേക്ക് വരുന്നൊരു ഡിഫറൻസ് എന്താ? പാട്ട് ഈസി ആയിട്ട് പഠിക്കാം, ഡയലോഗ്സ് പാടാണോ? മോഡുലേഷൻ വരുന്നതുകൊണ്ടാ? സംഭവം. ഓക്കെ, പാട്ട് പിന്നെ പാട്ട് കേട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിൽ പതിയുമല്ലോ. ഇപ്പൊ നമുക്ക് ആയുർവേദത്തിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ശ്ലോകം പഠിക്കാനുണ്ട്. അപ്പം ആ സംഭവങ്ങൾ ഞാൻ പാട്ടാക്കിയിട്ടൊക്കെയാണ് പഠിക്കുന്നത്. കുറെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെയാണ് പഠിക്കുന്നത്. അതിനിങ്ങനെ പാട്ടിലോട്ടാക്കിയിട്ട് ആ ട്യൂൺ വെച്ചിട്ട് കംപ്ലീറ്റ് ശ്ലോകം പഠിക്കും. അപ്പൊ എപ്പോഴും ഇങ്ങനെ മെമ്മറിയിലുണ്ടാവും. ഓക്കെ, നമുക്കപ്പോൾ ഏതെങ്കിലും നല്ലൊരു സിംഗറുടെ സൗണ്ടിൽ ഇഷ്ടമുള്ള ഭയങ്കര കംഫർട്ടായിട്ടുള്ള സിംഗറുടെ സൗണ്ടിൽ ഒരു പാട്ട് കേൾക്കാം. മൈക്കി വിജയലക്ഷ്മി. അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ, ഇങ്ങ് നീലത്തുരുത്തില് നീർപ്പരപ്പിൻ നിഴലിടും
അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കേറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ താരക്കൊളുത്തുള്ളൊരാ ചേലൊക്കും വെറ്റില ചെല്ലത്തിലോ ഭൂമിയപ്പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴി പൂട്ടി മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. കൊള്ളാട്ടോ, ഭയങ്കര രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇന്റർവ്യൂ. നമുക്ക് കഴിയുന്നതിന് മുന്നേ സ്വന്തം സൗണ്ടിലൊരു പാട്ട് പാടി തരണം. നന്നായിട്ട് പാട്ടുന്നുണ്ട്. പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല പഠിച്ചിട്ടില്ല. ഇതിനു വേണ്ടി പഠിച്ചതാണോ? അല്ലെങ്കിൽ മിമിക്രി സ്റ്റാർട്ട് ചെയ്തപ്പം പാട്ടൊക്കെ പാടി? അതിന് മുന്നേ ചെറുതായിട്ടും പാടുമായിരുന്നു. പക്ഷെ നന്നായിട്ട് പാടുന്നുണ്ട്, ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് പാടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കഴിയുന്നതിന് മുന്നേ ഡോക്ടറുടെ സ്വന്തം സൗണ്ടിൽ നമുക്കൊരു പാട്ട് കേൾക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഈ ഇമോഷൻസ് ഒക്കെ ചില ഡയലോഗ്സിൽ നല്ലപോലെ വരുമല്ലോ. അപ്പോൾ ഇമോഷൻസ് ഒക്കെ പഠിക്കാൻ വേണ്ടി എന്തൊക്കെയാ ചെയ്യാറ്? ഇമോഷൻസ് ഇപ്പം ഞാൻ കൂടുതലും ചെയ്യുന്നത്, ഞാൻ സിനിമയിലെ ഡയലോഗ് എടുക്കുന്ന ഭയങ്കര കുറവാണ്. അവരുടെ ലൈവ് വോയിസ് ആണ് കൂടുതലും പഠിക്കുന്നത്. അപ്പം നമുക്ക് എന്തിലും അതിനെ ഉൾപ്പെടുത്താം. ഇപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ചുകൂടെ ഇന്ററാക്റ്റീവ് ആക്കുന്നതായിരിക്കും കുറച്ചുകൂടെ. സ്റ്റേജ് ഷോസിനൊക്കെ അതാണ് നല്ലത്. അപ്പം ഞാൻ ഫിലിം ഡയലോഗ്സ് എടുക്കുന്ന ഭയങ്കര കുറവാണ്. അല്ല, ലൈവ് വോയിസ് ആണ് പഠിക്കുന്നത്. ഏതെങ്കിലും ഇമോഷൻസ് കുറച്ച് ടഫായിട്ട് അങ്ങനെയൊക്കെ തോന്നിയതുണ്ടോ? എന്തെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മൾ നോർമൽ ടോൺ അല്ലാതെ ആരെങ്കിലും അത് ആസിഫ് അലിന്റെ എന്നെ കെട്ടിയോളാണ് എന്റെ മാലാഖേന്റെ ക്ലൈമാക്സ് സീൻ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവം. അപ്പൊ അതിന് കുറച്ച് ഇമോഷണൽ ആയിട്ടാണ് പുള്ളി ചെയ്യുന്നത്. അപ്പൊ അതൊന്ന് പിടിച്ച് ഞാൻ സ്പോട്ട് ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏഷ്യാനെറ്റിൽ കോമഡി സ്റ്റാർസിൽ. അപ്പൊ അതങ്ങനെ അത് പിടിച്ച് ചെയ്യുമ്പോൾ പുള്ളി എത്രത്തോളം അതിൽ എഫേർട്ട് എടുത്തു എന്നുള്ളത് നമുക്ക് കൂടെ മനസ്സിലാവും. ഓക്കെ, ഈ ഞാൻ നേരത്തെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഇല്ലേ, ഈ പറഞ്ഞിട്ട് ഇഷ്ടമുള്ള സൗണ്ട് ആരുടെ അങ്ങനെയൊക്കെ, അതിൻ്റെ തന്നെ വേറൊരു രീതിയിൽ ചോദിക്കുകയാണ്. ഈ പറഞ്ഞ ഇമോഷൻസ് നന്നായിട്ട് ഇപ്പം ഡബ് ചെയ്തില്ലെങ്കിൽ കേൾക്കുന്ന സമയത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ആരുടെയാ? ഇപ്പം കരയുന്നതും ഇല്ലെങ്കിൽ സംസാരിക്കുന്നതൊക്കെ ചില ആക്ടേഴ്സ് ഒക്കെ പറയുമ്പോൾ ചില പറയില്ലേ, അവർ കരുമ്പോൾ നമ്മൾ കൂടെ കരിഞ്ഞു പോകുന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ട ലാലേട്ടൻ്റെ സൗണ്ടും ഇമോഷൻസും ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എല്ലാ മലയാളികൾക്കും കേട്ടോ, ഓൾമോസ്റ്റ് എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ഈ മെയിൽസിനെയും ഫീമെയിൽസിനെയും രണ്ടുപേരുടെ എടുക്കുമ്പോൾ വരുന്നൊരു ബുദ്ധിമുട്ട് എന്താ? രണ്ടും ബുദ്ധിമുട്ടാണ്. മെയിൽസ് കുറച്ചുകൂടെ പാടായിരിക്കും. നമുക്ക് എന്ത് പറഞ്ഞാലും അതിലൊരു ചില സംഭവങ്ങൾ നമുക്ക് കിട്ടണമെന്നില്ല. മെയിൽസിന്റെ അങ്ങനത്തെ ആണല്ലോ, ഒരു ബേസ് അധികം ഉള്ളത് കൊണ്ട് കുറച്ച് കഷ്ടപ്പാടായിരിക്കും. ഫീമെയിൽസിന്റെ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് എടുക്കാം. സിമ്പിൾ ആണെന്നല്ല, എന്നാലും കമ്പാരിറ്റീവ്ലി നമുക്ക് കുറച്ചുകൂടി കിട്ടും. ഏറ്റവും പെട്ടെന്ന് പഠിച്ചാറുണ്ട്. ഞാൻ നേരത്തെ കുറെ കഷ്ടപ്പെട്ട് പഠിച്ചാറെന്ന് വെച്ചാൽ ഐഷു എന്ന് പറഞ്ഞു. പെട്ടെന്ന് കിട്ടി, ചെയ്ത് നോക്കിയപ്പോൾ തന്നെ ഓക്കെ, ഫസ്റ്റ് ടേക്ക് ഓക്കെ. രജനി ഹരിദാസ്. ഓ, ആദ്യം തന്നെ ഓക്കെ. ഓക്കെ, ഞാൻ നേരത്തെ ചോദിച്ചില്ലേ ഈ ഡാൻസ് പാട്ടൊക്കെ അല്ലാതെ വേറെ ഈ ആങ്കറിങ് കാര്യങ്ങളൊക്കെ ഇഷ്ടമുണ്ടോ? അതിനുള്ള കോൺഫിഡൻസ് ഇല്ല. ഈ വൊക്കാബുലറി ഒക്കെ കുറവാണ് എനിക്ക്. എന്ന് വെച്ചാൽ സംസാരിക്കുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുക ആ വേർഡ്സ് ഒക്കെ കിട്ടാൻ എനിക്ക് തോന്നുന്നു, അതിന് ഞാൻ കോൺഫിഡൻ്റ് അല്ല. അതുകൊണ്ട് ആങ്കറിങ് അറിയില്ല. പക്ഷെ RJ ആവാൻ ഇഷ്ടമാണ്. RJ ആ ഒരു ഫീൽഡെല്ലാം നല്ല താല്പര്യമുണ്ട്. എനിക്ക് ശബ്ദം കൊണ്ട് ജീവിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഓക്കെ, ഇപ്പൊ സംസാരിച്ചപ്പം നേരത്തെ ആരോ പറഞ്ഞ സാധനമല്ലേ സംസാരിക്കുമ്പോൾ ബാസുവെല്ലോ ടോൺ കയറി വരുന്നുണ്ടെന്ന്, അത് ഞാൻ അപ്രൂവ് ചെയ്യുന്നു. അത് കയറി വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇപ്പം അത് പറഞ്ഞതിന് ശേഷം ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അത് വരുന്നുണ്ട്. ഇപ്പം ഞാൻ അല്ലെങ്കിൽ പുതിയൊരു പേഴ്സണായിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് ഇപ്പം നോർമലി ഈ ജേർണലിസ്റ്റുകൾ പറയാറുണ്ട്, അവർ അതിൽ തന്നെ വർക്ക് ചെയ്തിട്ട് പത്രം നോക്കുമ്പോഴത്തേക്ക് ന്യൂസ് വായിക്കുന്നതിലും കൂടുതൽ കോളം എങ്ങനെയാണ്, അതിൻ്റെ സ്റ്റൈൽ എന്താണ്, അതൊക്കെ ആദ്യം ശ്രദ്ധിക്കുന്നത്. അപ്പം അതുപോലെ ഇപ്പം ഇതിങ്ങനെ സൗണ്ട് ഒബ്സർവ് ചെയ്യുന്ന ആളായതുകൊണ്ട് ചോദിക്കട്ടെ, ഇപ്പം ഇങ്ങനെ ആദ്യം ഫസ്റ്റ് ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അവരുടെ സൗണ്ട് ഫസ്റ്റ് ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നത്? ഇപ്പം എന്നെ മീറ്റ് ചെയ്തപ്പോൾ എന്തെങ്കിലും ഒബ്സർവ് ചെയ്തോ? ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് നമ്മൾ അതുമായിട്ട് റിസംബിൾ ചെയ്യുന്ന ഏതെങ്കിലും വോയിസ് ഉണ്ടോ എന്ന് പെട്ടെന്നൊന്ന് കണക്ട് ചെയ്ത് നോക്കും. അപ്പൊ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. സ്വാസിക മാമിന്റെ വോയിസുമായിട്ട് ഒരു അടഞ്ഞ, അതെന്തായാലും പറ്റും. എനിക്കൊന്നും പറ്റുമായിരിക്കും, നന്നായിട്ട് ചെയ്യാൻ പറ്റും. എനിക്കോ? അയ്യോ, എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ അങ്ങനൊന്നും. സ്വാസിക മാമിന്റെ സൗണ്ട് എടുത്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ എടുത്തിട്ടില്ല. പക്ഷെ ഇതാണ് ഇപ്പൊ സംസാരിച്ചപ്പോ കറക്റ്റ് അങ്ങനെ തോന്നി. കൊള്ളാം. നമ്മളിത് എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് താഴെ സ്വാസികയുടെ ഫോട്ടോ വെച്ചിട്ട് എൻ്റെ ഫോട്ടോ വെക്കണം, മേളിൽ മറ്റേ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്കും കിട്ടട്ടെ കഴിവൊക്കെ. തോന്നിയില്ലേ? തോന്നിയോ? കണ്ടോ, ഒന്നും പറയുന്നില്ല. ഇവര് പറഞ്ഞു തരത്തില്ല. ഡോക്ടറെങ്കിലും പറയും, ഇവരെല്ലാരും എന്നെ പുച്ഛിച്ചിട്ടിരിക്കാന്ന്.
സോ നമ്മൾ എൻഡ് ചെയ്യുന്നതിന് മുന്നേ എനിക്കൊരു അടിപൊളി സാധനം കേൾക്കണം. ലൈക്ക് ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസിലൊക്കെ പല പല ആൾക്കാർ സൗണ്ട് ഇങ്ങനെ അടുപ്പിച്ചൊക്കെ പറഞ്ഞു പോകുന്നത്. അപ്പം അങ്ങനെ ഏതെങ്കിലും ഞാൻ വേണമെങ്കിൽ പറയാം ആരുടെങ്കിലൊക്കെ പേര്, അപ്പോൾ കിട്ടുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയാൽ മതി. ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഡോക്ടർ ചെയ്യുന്ന സൗണ്ട്സ് ഒക്കെ, അപ്പോൾ എനിക്കറിയാമല്ലോ. അപ്പം അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ട് നമുക്ക് അടിപൊളിയായിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. നമസ്കാരം, മനോരമ ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ഞാൻ ഷാനി. ഞാനിപ്പോൾ ഉള്ളത് കിങ്ങിണിയുടെ ജാങ്കോ സ്പേസിലാണ്. കൊള്ളാട്ടു. സഞ്ജു. സത്യം പറഞ്ഞാൽ ഇത് ചെയ്യുന്നതിൽ ഭയങ്കര പാടാണ്. കാരണം കിങ്ങിണീൻ്റെ കൂടെ പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ ചെറിയ സംഭവമൊന്നുമല്ല. ചാളമേരി. ഈ കരികാപ്പേരുടെ ചേർക്കട്ടോ എന്തപ്പോ കേട്ടോ ജാത്തന്റെ അടി സോറി എടിന്ന് വിളിച്ചല്ലോ സോറി. പക്ഷെ അത് കൊള്ളാം. എൻ പിള്ള സാർ. മറക്കണോ? എന്താണോ മറക്കണ്ടേ? കിങ്ങിണിയുടെ സൗന്ദര്യമുള്ള മുഖം ഞാൻ മറക്കണോടോ? പറയടോ. കാവ്യമത്. സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് കിങ്ങിണീൻ്റെ കൂടെ ഇങ്ങനെ വന്ന് സംസാരിക്കാൻ പറ്റിയതിൽ. കിങ്ങിണി എപ്പോഴും നിറപറയുടെ മഞ്ഞൾപ്പൊടി തന്നെ ചോദിച്ച് വാങ്ങി മുഖത്ത് തേക്കാൻ നോക്കുക കേട്ടോ. ഉറപ്പായിട്ട് ഭീമൻ്റെ സാർ. വരണം മിസ്റ്റർ എന്തുചൂടൻ. വിനാശകാലേ ഓപ്പോസിറ്റ് ബുദ്ധി. അങ്ങ് പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ കോട്ടയം മൈതാനം വരെ ഓട്ടിച്ചിട്ട് തല്ലിയതാ നാട്ടുകാരെന്നെ. ഓട്ടടാ. കൊള്ളാം. എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. കാര്യം എടാ ഇതെല്ലാം വേറെ വേറെ സംഭവങ്ങളല്ലേ, ഒരു ബന്ധമില്ലല്ലോ. അയ്യോ ശരിക്കും ഇതെന്തോ വെച്ച സംഭവം കേട്ടോ. എനിക്കിത് മനസ്സിലാവുന്നില്ല, ഇതിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് എനിക്ക് പിടികിട്ടുന്നേ ഇല്ല. വലിയ ചേഞ്ച് ഒന്നും വരുന്നില്ല. ആളെ കൂളായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഭയങ്കര അടിപൊളി ടാലൻ്റാണ്. ശരിക്കും ഇതൊക്കെയാണ് ബോൺ ടാലൻറ്റ്. എനിക്ക് അറിഞ്ഞുകൂടെ ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നത് മനസ്സിലാവുന്ന പോലും ഇല്ല. എന്തായാലും പറ്റുന്നതാണ്, കുറേയൊക്കെ ചെയ്യാൻ പറ്റും. എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ ശ്വാസികയുടെ സൗണ്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. സ്വാസികയെ പറ്റും, കാവ്യ മാധവൻ പറ്റും, പിന്നെ അനശ്വര രാജൻ പറ്റും. അതെന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നേ. അനശ്വര ഇങ്ങനെ സംസാരിക്കുമ്പം എനിക്ക് തോന്നി ചിരിയും ബഹളമൊക്കെ കൊണ്ടായിരിക്കും അനശ്വര ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ സംസാരിക്കുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ടെന്ന്. ആ ഒരു സ്ലാങ് പിടിച്ചാൽ മതി, കണ്ണൂർ സ്ലാങ് പിടിച്ചാൽ മതി. എന്തെന്നാ ഇങ്ങനത്തെ ഉള്ള സാധനമൊക്കെ പിടിച്ചാൽ മതി. കൊള്ളാം. ഞാനും ട്രൈ ചെയ്ത് നോക്കുന്നത്. എനിക്കിതൊരു മിമിക്രി ക്ലാസ്സും കൂടെ ആയിരുന്നു ഒന്ന്. ഓക്കെ, എനിവേസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സെക്ഷനായിരുന്നു. ഈ പറഞ്ഞ പോലെ നല്ല നല്ല പ്രോഗ്രാംസ് ഒക്കെ ഇനിയും ചെയ്യാൻ പറ്റട്ടെ. എല്ലാ സൗണ്ടും അടിപൊളിയാട്ടോ. എനിക്കൊന്നും പറയാനില്ല. എനിക്ക് അറിഞ്ഞുകൂടെ കമൻസിൽ വരുന്നതും ചിലപ്പോൾ ആൾക്കാർ ഒരുപാട് ഒബ്സർവ് ചെയ്ത് പറയുന്നതായിരിക്കും എന്നെക്കാളും നല്ല അറിവുള്ളവരൊക്കെ. പക്ഷേ ഫോർ മീ ഇറ്റ് വാസ് ജസ്റ്റ് എല്ലാം അടിപൊളി. അപ്പോൾ ഈ ഭയങ്കര സന്തോഷം. നല്ല നല്ല പ്രോഗ്രാംസ് ഒക്കെ കിട്ടട്ടെ. ഒരുപാട് സൗണ്ടൊക്കെ ഇനി ചെയ്യാൻ പറ്റും. ഇനി ബ്രേക്കൊന്നും എടുക്കണ്ട, നമുക്ക് അടിപൊളിയാക്കാം. ലൈക്ക് പ്രൊഫഷൻ ഡോക്ടർ അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡും കണ്ടിന്യൂ ചെയ്യുക, ഇതും കണ്ടിന്യൂ ചെയ്യുക. ഇതൊക്കെ ഭയങ്കര റെയറായിട്ട് കിട്ടുന്ന ടാലൻ്റാണ്. നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് ഫോർ ജോയിനിങ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്.